ഹലോ ഗായ്സ്, ലൈഫ് മൂമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനകത്ത് വീഡിയോസൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു പഠിത്തം സ്റ്റഡീസിന്റെ ഒരു ടൈമായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ മെല്ലെ മെല്ലെ നിർത്തി. ഇനിയിപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ എൻ്റെ പേര് അറിയാലോ, എൻ്റെ പേര് അഫ്രീന, ഇവള് അദിയ ഫാത്തിമ, ആൻഡ് ദിസ് ഇസ് മൈ ബ്രദർ. പേര് പറഞ്ഞു കൊടുക്കടാ, അതിനാൻ. പിന്നെ എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാൻ എൻ്റെ ഇനി ഉമ്മച്ചീനെ പരിചയപ്പെടുത്തരാം ഗൈസ്. ഇതാണ് എൻ്റെ മദർ. പേര് പറഞ്ഞു കൊടുക്കും. എന്റെ പേര് അൻസില, ഹൗസ് വൈഫാണ്. ക്യാമറ വന്നായിരുന്നു, അല്ലാത്തപ്പോ ഭയങ്കര എന്താണ് ബഹളോ ഒച്ചപ്പാടൊക്കെ ഉണ്ടെങ്കിലും ക്യാമറ കാണുമ്പോൾ അതെല്ലാം മാറിപ്പോവും. പിന്നെ അടുത്തതായി കാണിക്കാൻ ഒരാളുള്ളത്, ഇത് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയാണ്. ഉമ്മ ഉമ്മ യാസീനൊത്തൊക്കെ ആയിട്ട് അങ്ങനെ ഉമ്മച്ചിയുടെ ഉമ്മ മാത്രമല്ല, വാപ്പാടെ ഉമ്മയുണ്ട്. ഇതാണ് വാപ്പാടെ ഉമ്മ. ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്കും, സുഹറ. മറ്റേത് ആസിയ എന്നാണ്. ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു 6 years ആയി. പിന്നെ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ കാണിക്കാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു എന്താ പറയാ, ഞങ്ങളുടെ ഏറ്റവും ചെറിയൊരു അനിയനാണിത്. പേനയില് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ആള് ഉറങ്ങിയാണ്. പക്കറേ ആയിക്കോട്ടിട്ട്. ഇവിടെ 2 ബക്കറുണ്ട്. ഇവന്റെ പേര് മഞ്ഞ ബക്കറ്, മറ്റവൻ വെള്ള ബക്കറ്. നമ്മ അങ്ങനെ വിളിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വന്നിട്ട് നമ്മ 6 years ആയി. ഇവിടെ ഉമ്മച്ചിയുടെ വീട്ടിലാണെങ്കിലും ഉമ്മച്ചി ഒരാളുള്ളൂ. ഉമ്മച്ചിക്ക് അനിയത്തി, അങ്ങനെ അനിയൻ, ചേട്ടൻ പിള്ള അങ്ങനെ ഒന്നും ആരുമില്ല. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. ആൻഡ് വാപ്പച്ചിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിലും അവിടെ ഒരാളുള്ളൂ. അതാണ്. പിന്നെ നമുക്ക് ഏറ്റവും പണി കിട്ടുന്ന സമയം എന്ന് പറയാനായിട്ട് വെക്കേഷൻ സമയമാണ്. വെക്കേഷൻ സമയത്ത് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് മൂത്തുമാടെ വീടോ അങ്ങനെ കുഞ്ഞുമാടെ വീട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒന്ന് 2 ദിവസം പോയൊക്കെ നിൽക്കാമല്ലോ. പക്ഷേ നമുക്ക് അങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒറ്റമക്ക അനിയൻപിള്ള ഭയങ്കര പഠിത്തമാണ്. കാരണം ഇപ്പൊ അവൻ 10th എത്തിയൊക്കെയാണ്. സോ അവൻ ഇരുന്നിപ്പോ പഠിക്കണം. അത് കാരണം ക്യാമറേന്റെ മുമ്പിൽ വന്നില്ല. പിന്നെ പുള്ളി കുറച്ച് ഇൻട്രോവേർട്ടും ആണ്. അത് കാരണം വേണ്ടത്. എന്റെ ലിപ്സ്റ്റിക് ഇടക്കിടക്ക് പോയി വരുന്നുണ്ട് ഗൈസ്. എടാ, ഇന്ന് ഏത് വിഷയം പഠിക്കണേ? ജോഗ്രഫിയാ. ഇതെന്റെ വാപ്പിച്ചി, നവാസ് എന്നാണ് പേര്. പിന്നെന്താണ്, വാപ്പിക്ക് നിസാനിലാണ് ജോലി. പറയ്, ഗൗരവം പിടിച്ചേക്കരുത്. അതൊക്കെ ശരിയാവും. കാരണം വീഡിയോ എടുത്ത് ആ ടച്ച് പോയിരിക്കണല്ലോ. അപ്പൊ അതിൻ്റെതായ കുറച്ച് കാഴ്ച വാപ്പിച്ച് ഇറങ്ങി പോവാൻ ഇറങ്ങി. പിന്നെ നമ്മുടെ ഫോണിന് ഐഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ ഗൈസ്, നാളെ ഇതിലും അടിപൊളിയായിട്ട് പറയാൻ പറ്റട്ടെ. കാരണം നമ്മ കുറെ നാളായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായ കുറെ മിസ്റ്റേക്സ് നമ്മ ഇതിൽ വരുത്തുന്നുണ്ട്. പിന്നെ ഉമ്മിക്കുണ്ട് യൂട്യൂബ് ചാനല്. നമ്മ ക്യാമറയുടെ മുമ്പിൽ അത് പറയൂല. നമ്മ അത് അപ്പുറത്ത് നിന്നിട്ട് നമ്മൾക്ക് കാണിച്ചു തരും, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് പറയാന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേ, ഉമ്മച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഉമ്മീസ് വേൾഡ് എന്നാണ് പേര്. അപ്പൊ അതും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.